നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് ഓസോൺ പാളിയുടെ കനം അഥവാ തിക്നെസ് അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത്. അപ്പോൾ യൂണിറ്റ് ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഓപ്ഷൻ നോക്കിയാൽ തന്നെ ബാക്കി അല്ലെങ്കിൽ തന്നെ അറിയാൻ പറ്റും. നമുക്ക് എന്താണ് ഡോപ്സൺ ആണ് എന്ത് ഓസോൺ പാളിയുടെ കനം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഇത് ഡോപ്സൺ. ഓക്കേണേ. അപ്പോൾ നമ്മൾ ഓസോൺ എന്താണ് എന്ന് അറിയുന്നതിന് മുമ്പ് നമുക്ക് ഈ പറയുന്ന ഓപ്ഷൻസ് ഒന്ന് പരിശോധിക്കാം. അപ്പോൾ ഇവിടെ ഡെസിബൽ എന്നുണ്ട് അല്ലേ. ഡെസിബൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ശബ്ദ തീവ്രതയുടെ യൂണിറ്റാണ് ഇത്. ശബ്ദ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്നത് യൂണിറ്റാണ് ഡെസിബൽ കേട്ടോ. ഡെസിബൽ DB എന്നാണ് എന്ത് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇനി പാസ്കൽ എന്ന് പറയുന്നത് എന്തിൻ്റെ യൂണിറ്റാണ്? അത് മർദ്ദത്തിൻ്റെ യൂണിറ്റാണ്. ഇത് പാസ്കൽ PA എന്നാണ് കേട്ടോ. ഈ ഡെസിബൽ എന്നത് ഒരു SI യൂണിറ്റ് അല്ല കേട്ടോ. എന്നാൽ പാസ്കൽ എന്താണ്? ഒരു SI യൂണിറ്റാണ് ഇത് പാസ്കൽ. ഇനി ജൂൾ ഉണ്ടല്ലോ, ജൂൾ എന്നത് പ്രവൃത്തിയുടെ SI യൂണിറ്റ് ചോദിച്ചാൽ ഏതാണ്? അത് ജൂളാണ്. അതുപോലെ ഊർജത്തിൻ്റെ SI യൂണിറ്റ് ചോദിച്ചാൽ ഏതാണ്? ജൂളാണ് കേട്ടോ. പ്രവൃത്തിയുടെ SI യൂണിറ്റ് ചോദിച്ചാലും ഊർജത്തിൻ്റെ SI യൂണിറ്റ് ചോദിച്ചാലും എന്താണ്? ജൂളാണ്. ഓക്കെയാണേ. അപ്പോൾ ഇവിടെ നമ്മളടുത്ത് ഓസോൺ പാളിയുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഓസോൺ എന്താണ്? ഓസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ്റെ ഒരു അലോട്രോപ്പാണ്, ഒരു രൂപാന്തരത്വമാണ് എന്ത് ഈ പറയുന്ന ഓസോൺ കേട്ടോ. അപ്പോൾ ഓക്സിജൻ്റെ എന്താണ്? ഒരു അലോട്രോപ്പാണ്. അപ്പം നമ്മൾ നോക്ക്, ഓസോൺ എന്ന് പറയുന്ന അലോട്രോപ്പിൽ എത്ര ഓക്സിജൻ ആറ്റങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ 3 ഓക്സിജൻ ആറ്റങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ O3 എന്നാണ് എന്ത് ഓസോണിൻ്റെ രാസസൂത്രം ചോദിച്ചാൽ എന്താണ്? O3 ആണ്. ഇനി ഓസോൺ പാളി കാണപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയറിലാണ്. ആരെ കാണപ്പെടുന്നത്? ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഈ സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന ഇവൻ പ്രധാനമായും UV റേസിൽ നിന്നും എന്താണ് ഭൂമിയുടെ അന്തരീക്ഷത്തെ അല്ലെങ്കിൽ എന്താണ് ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ജീവജാലങ്ങളെയും ജന്തുജാലങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നതാരെന്ന് വെച്ചാൽ ആരാണ്? അത് ഈ ഓസോൺ പാളിയാണ്. ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. ഓസോൺ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 16 കേട്ടോ. സെപ്റ്റംബർ 16 ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. അപ്പം ഓസോൺ പാളിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര ഉടമ്പടി ഏത് എന്നൊരു വിഷയം ചോദിക്കാം. അത് മോൺട്രിയൽ പ്രോട്ടോക്കോളാണ് കേട്ടോ. മോൺട്രിയൽ പ്രോട്ടോക്കോള്. ഈ മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഏത് വർഷം എന്ന് ചോദിച്ചാൽ 1987 അപ്പം 1987 കാനഡ. അപ്പം കാനഡ ഉണ്ടല്ലോ, കാനഡയിൽ മോൺട്രിയൽ എന്ന് പറയുന്ന നഗരത്തിൽ വെച്ചാണ് എന്ത് ഈ ഓസോൺ പാളിയുടെ സംരക്ഷണവുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്താരാഷ്ട്ര ഉടമ്പടി ഉണ്ടായത്. അതാണ് ഈ മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്നറിയപ്പെടുന്നത് കേട്ടോ. ഇനി ഈ പറയുന്ന നമ്മളെ ഓസോൺ പാളി ഉണ്ടല്ലോ, ഓസോൺ പാളിയിലെ സുഷിരം മനുഷ്യരിൽ പ്രധാനമായിട്ടും എന്താണ്? ത്വക്ക് ക്യാൻസറിന് കാരണമാകുമേത്? ഈ പറഞ്ഞ UV റേസ് ഡയറക്റ്റായിട്ട് നമ്മുടെ ശരീരത്ത് വന്ന് പതിക്കുകയാണെങ്കിൽ. ഇനി ഈ ഓസോൺ പാളി കണ്ടുപിടിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ഓക്കെയാണ്. ഓസോൺ പാളി കണ്ടുപിടിച്ചത്, അത് നമ്മൾ അന്തരീക്ഷത്തിലെ ഓസോൺ പാളി കണ്ടുപിടിച്ചത് 2 പേര് ചേർന്നാണ്. അവരുടെ പേരാണ് ഒന്ന് ചാൾസ് ഫാബ്രി. ഓക്കെയാണ്, ചാൾസ് ഫാബ്രി. 2 ഹെൻറി ബ്യൂയിസൺ. ഇവർ 2 പേരും കൂടെ ചേർന്നാണ് എന്ത് ഓസോൺ പാളി കണ്ടെത്തുന്നത് കേട്ടോ. ഇവർ 2 പേരും കൂടി 1913 ഈ പറയുന്ന ഓസോൺ പാളി കണ്ടെത്തുന്നത്. എന്നാൽ അതിനു മുമ്പ് ഈ പറയുന്ന ഓസോൺ എന്ന് പറയുന്ന നമ്മുടെ ഓക്സിജൻ്റെ ഒരു രൂപാന്തരത്വം കണ്ടെത്തിയത് ആര് എന്ന് ചോദിച്ചാൽ അത് ഷോൺ ബെയിൻ ആണ് കേട്ടോ. കൃത്യമായി പറഞ്ഞാൽ ക്രിസ്ത്യൻ ഷോൺ ബെയിൻ. ഇനിയും കൃത്യമായിട്ട് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ക്രിസ്ത്യൻ ഫ്രെഡറിക് ഷോൺ ബെയിൻ എന്നൊക്കെയാണ് എന്ത് ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം കേട്ടോ. അപ്പോൾ ഇതാണ് എന്ത് ഓസോൺ പാളിയുമായി ബന്ധപ്പെട്ട് സാധാരണ നമ്മളത് PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ VFAയുടെ പരീക്ഷയ്ക്കൊക്കെ എന്താണ് ഉപയോഗപ്പെടും കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനാണ്, ഒരു വസ്തുവിനെ അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ ചലനാവസ്ഥയിലോ തുടരാനുള്ള പ്രവണത അറിയപ്പെടുന്ന പേര്. ആ പ്രവണത അറിയപ്പെടുന്ന പേരാണ് ജഡത്വം അഥവാ ഇനേർഷ്യ. ഓക്കെയാണേ. അപ്പം നോക്ക്, ഒരു വസ്തുവിന് എന്താണ് സ്വയം അതിൻ്റെ ചലനാവസ്ഥയ്ക്കോ നിശ്ചലാവസ്ഥയ്ക്കോ ഒന്നും എന്താണ് മാറ്റം വരുത്താൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അത് നിശ്ചലാവസ്ഥയിലാണെങ്കിൽ അതേ അവസ്ഥയിലും ചലനാവസ്ഥയിലാണെങ്കിൽ എന്താണ് അതേ അവസ്ഥയിലും തുടരും. ഓക്കെയാണേ. ഈ ഒരു പ്രവണത, ഈ ഒരു ടെൻഡൻസി നമ്മൾ വിളിക്കുന്ന പേരാണ് ജഡത്വം അഥവാ ഇനേർഷ്യ. നമ്മൾ ഇംഗ്ലീഷിൽ ഇനേർഷ്യ എന്ന് വിളിക്കും കേട്ടോ. ഇനേർഷ്യ. ഓക്കെയാണേ. ഇനി ഒരു വസ്തുവിന് ഞാൻ പറഞ്ഞല്ലോ സ്വയം അതിൻ്റെ ചലനാവസ്ഥയ്ക്കോ നിശ്ചലാവസ്ഥയ്ക്കോ മാറ്റം വരുത്താൻ സാധിക്കത്തില്ല. ചലിക്കുന്ന വസ്തുവിനെ നിശ്ചലാവസ്ഥയിലാക്കാനും, അതായത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓക്കെ, അവനെ എന്ത് ചെയ്യുന്നു നിശ്ചലാവസ്ഥയിലാക്കാനും. അതുപോലെ നിശ്ചലാവസ്ഥയിലുള്ളൊരു വസ്തുവിനെ ചലിപ്പിക്കാനോ നമ്മൾ എന്താണ് എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു പവർ കൊടുക്കണം. ഓക്കെയാണേ. ആ പവറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അസന്തുലിത ബാഹ്യബലം എന്ന് വിളിക്കും. അസന്തുലിത ബാഹ്യബലം. അപ്പോൾ അസന്തുലിതമായ ഒരു ബാഹ്യബലത്തിന് മാത്രമേ എന്താണ്
ചലനാവസ്ഥയുള്ള വസ്തുവിനെ ഈ പറയുന്ന നിശ്ചലാവസ്ഥയിലാക്കാനോ നിശ്ചലാവസ്ഥയുള്ള വസ്തുവിനെ എന്താണ് ചലനാവസ്ഥയിലാക്കാനോ സാധിക്കത്തുള്ളൂ കേട്ടോ. ഇങ്ങനെ ഒരു കേസ്, അതായത് നമ്മുടെ ഈ പറഞ്ഞ ജഡത്വ നിയമം ആവിഷ്കരിച്ചതാരെന്ന് വെച്ചാൽ ആരാണ്? ഗലീലിയോയാണ് കേട്ടോ. ഗലീലിയോയാണ് ഇത് ഈ പറഞ്ഞ ജഡത്വ നിയമം ആവിഷ്കരിച്ചതാരെന്ന് ചോദിച്ചാൽ ആരാണ്? അല്ലെങ്കിൽ ജഡത്വം ആവിഷ്കരിച്ചതാരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് ഗലീലിയോയാണ്. ഓക്കെയാണ്. എന്നാൽ ജഡത്വ നിയമം എന്നറിയപ്പെടുന്ന ന്യൂട്ടൻ്റെ നിയമം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ജഡത്വ നിയമം എന്നറിയപ്പെടുന്ന ന്യൂട്ടൻ്റെ നിയമം ചോദിച്ചാൽ അത് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമമാണ്. ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം. ആ ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമത്തിലാണ് പുള്ളിയാണ് പറഞ്ഞത് എന്താണ്? അസന്തുലിതമായ ബാഹ്യബലം പ്രയോഗിച്ചാൽ മാത്രമേ ചലിക്കുന്ന വസ്തുവിനെ നിശ്ചലാവസ്ഥയിലാക്കാനും നിശ്ചലാവസ്ഥയുള്ള വസ്തുവിനെ എന്താണ് ചലിപ്പിക്കാനും സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞത് ന്യൂട്ടനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക ജഡത്വം. ഓക്കെ, ജഡത്വത്തിൻ്റെ എന്താണ് ഡെഫിനിഷൻ കൊണ്ടുവന്നതും ജഡത്വം ആദ്യമായി കണ്ടുപിടിച്ചത് ആരെന്ന് വെച്ചാൽ ആരാണ്? അത് ഗലീലിയോയാണ് കണ്ടുപിടിച്ചത്. പിന്നെ ജഡത്വ നിയമം എന്നറിയപ്പെടുന്ന ന്യൂട്ടൻ്റെ ചലന നിയമം ചോദിച്ചാൽ ഏതാണ്? അത് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമമാണ്. ഈ ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമത്തിലല്ലേ ഈ പറയുന്ന എന്തിനെക്കുറിച്ച് പറയുന്നത്? ഒരു വസ്തു ചലിക്കണമെങ്കിൽ നിശ്ചലാവസ്ഥയിലാണെങ്കിൽ ചലിക്കണമെങ്കിൽ അസന്തുലിതമായ ബാഹ്യബലം കൊടുക്കണം. ഓക്കെ, ചലിക്കുവാണ് അവനെ നിശ്ചലാവസ്ഥയിലാക്കണമെങ്കിലും എന്ത് ചെയ്യണം? അസന്തുലിതമായ ബാഹ്യബലം കൊടുക്കണം. അപ്പം നമുക്ക് ബലത്തിന് കൃത്യമായൊരു നിർവചനം കൊടുത്തേക്കുന്ന ന്യൂട്ടൻ്റെ ചലന നിയമം ചോദിച്ചാലും ഏതാണ്? ഫസ്റ്റ് ആണ് കേട്ടോ. ബലത്തിന് കൃത്യമായ നിർവചനം കൊടുത്തിരിക്കുന്ന ന്യൂട്ടൻ്റെ ചലന നിയമം ചോദിച്ചാലും ഏതാണ്? ഒന്നാമത്തതാണ്. പക്ഷെ നമ്മൾ ബലത്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാമല്ലേ? ബലത്തിൻ്റെ ഇക്വേഷൻ F=ma എന്നാണ് നമ്മൾ പഠിക്കുന്നത്. എന്നാൽ F=ma എന്ന് പറയുന്ന സമവാക്യം കൊണ്ടുവരുന്നത് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ആണ് കേട്ടോ. ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമമാണ് എന്ത്? F=ma എന്ന് പറയുന്നത് എന്താണ്? സമവാക്യം രൂപീകരിക്കുന്നത് ന്യൂട്ടൻ്റെ ഏത് ചലന നിയമവുമായി ബന്ധപ്പെട്ടെന്ന് വെച്ചാൽ അത് രണ്ടാമത്തെയാണ് കേട്ടോ. രണ്ടാമത്തത്. ഇനി ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ആക്കമുണ്ടല്ലേ? ആക്കത്തെയാണ് നമ്മൾ മൊമെൻറ്റം എന്ന് പറയും കേട്ടോ. ആക്കം, മൊമെൻറ്റം. ഓക്കെയാണേ. പി എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. എന്താണ് മൊമെൻറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമല്ലടാ, ചലിക്കുന്ന വസ്തുവിന് മറ്റൊരു വസ്തുവിൽ ഏൽപ്പിക്കുന്ന ആഘാതം. ചലിക്കുന്ന വസ്തു മറ്റൊരു വസ്തുവിൽ ഏൽപ്പിക്കുന്ന ആഘാതത്തിനാണ് നമ്മളെന്ത്? മൊമെൻറ്റം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ചലിക്കുന്ന ഏതൊരു വസ്തു ആയാലും അവന് മാസ് ഉണ്ടല്ലേ? അപ്പം ചലിക്കുന്ന വസ്തുവിന് വെലോസിറ്റി ഉണ്ട്. അപ്പം നമുക്ക് P=m×v. ഇതാണ് എന്ത്? ആക്കം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. ഇത് വെച്ച് ഇവൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞ മാസ് കിലോഗ്രാം, വെലോസിറ്റി എന്ന് എന്താണ്? മീറ്റർ/സെക്കൻഡ്. കിലോഗ്രാം മീറ്റർ/സെക്കൻഡ് ആണ് എന്ത്? ആക്കത്തിൻ്റെ SI യൂണിറ്റ് കേട്ടോ. ഇനി പ്രവേഗം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവേഗം വെലോസിറ്റിയാണ് കേട്ടോ. ഇംഗ്ലീഷിൽ നമ്മൾ വെലോസിറ്റി എന്ന് പറയും. അത് യൂണിറ്റ് സമയത്തുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് എന്ത്? പ്രവേഗം. ഓക്കെ, അഥവാ വെലോസിറ്റി. അപ്പോൾ യൂണിറ്റ് സമയത്തുണ്ടാകുന്ന സ്ഥാനാന്തരം കണ്ടുപിടിക്കാൻ സ്ഥാനാന്തരം ഭാഗം അതിനെടുത്ത ടൈം. ഓക്കെ, യൂണിറ്റ് ചോദിച്ചാൽ മീറ്റർ/സെക്കൻഡ് ആണ് കേട്ടോ. ഇനി എന്താണ് ത്വരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്വരണം ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ പ്രവേഗമാറ്റം ഭാഗം സമയം, ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം ടേക്കൺ. ഓക്കെയാണ്. പ്രവേഗമാറ്റം ഭാഗം സമയം. പ്രവേഗമാറ്റം ഓൾറെഡി എന്ത് തന്നെയാണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണ് 10 മീറ്റർ/സെക്കൻഡ് പ്രവേഗത്തിൽ നിന്നും 20 മീറ്റർ/സെക്കൻഡ് പ്രവേഗത്തിലോട്ട് മാറി. അപ്പം പ്രവേഗമാറ്റം ചോദിച്ചു കഴിഞ്ഞാൽ എത്ര? 20 - 10 10 മീറ്റർ/സെക്കൻഡ് അല്ലേ പ്രവേഗമാറ്റം, പ്രവേഗത്തിലുണ്ടായ വ്യത്യാസം. അപ്പം പ്രവേഗമാറ്റം കണ്ടുപിടിക്കുമ്പോൾ യൂണിറ്റ് എന്തിൽ തന്നെ കിട്ടും? മീറ്റർ/സെക്കൻഡ് ആണ്, ബൈ സെക്കൻഡ്. അതിൻ്റെ SI യൂണിറ്റ് മീറ്റർ/സെക്കൻഡ്² ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനാണ് ഊർജ്ജത്തിൻ്റെ SI യൂണിറ്റ് ഏതാണ്? ഊർജ്ജത്തിൻ്റെ SI യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞായിരുന്നു. ഊർജ്ജത്തിൻ്റെ SI യൂണിറ്റാണ് ഏത്? ജൂൾ. ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. ഓക്കെ, ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ. അപ്പോൾ ഇദ്ദേഹത്തിനോടുള്ള സ്മരണാർത്ഥമാണ് എന്ത്? ഊർജ്ജത്തിൻ്റെ SI യൂണിറ്റായിട്ട് നമ്മൾ എന്താണ്? ജൂള് കൊടുക്കുന്നത് കേട്ടോ. ഊർജ്ജത്തിൻ്റെ SI യൂണിറ്റായിട്ട് നമ്മൾ എന്ത് കൊടുത്തു? ജൂള് കൊടുത്തു. ആ ജൂളിനെ നമ്മൾ ക്യാപിറ്റൽ J കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? സൂചിപ്പിക്കുന്നത്. ഇപ്പം നമ്മളുടെ അടുത്ത് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് താപോർജ്ജത്തിൻ്റെ SI യൂണിറ്റ് എന്ത്? താപോർജ്ജം. അവിടെ അവസാനം ഊർജ്ജം അല്ലേ കിടക്കുന്നത്? അതിൻ്റെ SI യൂണിറ്റ് ജൂളാണ്. ഗതികോർജ്ജത്തിൻ്റെ SI യൂണിറ്റ് എന്ത്? അവസാനം ഊർജ്ജം എന്നല്ലേ കിടക്കുന്നത്? ജൂളാണ്. സ്ഥിതികോർജ്ജത്തിൻ്റെ SI യൂണിറ്റ് എന്ത്? ആൻസർ എന്താണ്? അവസാനം ഊർജ്ജം എന്നാണ് കിടക്കുന്നത്? ജൂളാണ്. എന്നാൽ ശബ്ദോർജ്ജത്തിൻ്റെ SI യൂണിറ്റ് എന്താണടാ? ശബ്ദോർജ്ജം. അവിടെ അവസാനം ഊർജ്ജം എന്നല്ലേ കിടക്കുന്നത്? ഊർജ്ജം എന്ന് പറഞ്ഞ അവസാനം വന്നാൽ യൂണിറ്റ് ആരാണ്? ജൂളാണ് കേട്ടോ, ജൂള്. ഇനി ന്യൂട്ടൺ എന്നത് ആരുടെ SI യൂണിറ്റ് ആണെന്ന് ചോദിച്ചാൽ അവൻ ബലത്തിൻ്റെ SI യൂണിറ്റ് ആണ്. എന്ത്? ബലത്തിൻ്റെ SI യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ന്യൂട്ടൺ ആണ് കേട്ടോ. അപ്പോൾ F=ma എന്നല്ലേ നമ്മൾ എഴുതുന്നത്?
എം എ. ഓക്കെ, എം മാസ് കിലോഗ്രാം, ആക്സിലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ന്യൂട്ടൺ. കേട്ടോ. അപ്പം നമുക്ക് ഈ പറഞ്ഞ ബലത്തിൻ്റെ മാത്രമല്ല ഭാരത്തിൻ്റെ SI യൂണിറ്റ് ചോദിച്ചാലും എന്ത് തന്നെയാണ്? ന്യൂട്ടൺ ആണ്. കേട്ടോ. ഭാരത്തിൻ്റെ SI യൂണിറ്റ് ചോദിച്ചാലും ന്യൂട്ടൺ ആണ്. അപ്പം ബലത്തിൻ്റെ SI യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ഭാരത്തിൻ്റെ SI യൂണിറ്റ് ന്യൂട്ടൺ ആണ്. നമ്മളിത് PSC സ്ഥിരം ചോദിക്കുന്ന സാധനങ്ങളാണ് പറയുന്നത്. ഇനി ആംബിയർ ഉണ്ടല്ലോ, ആംബിയർ എന്തിൻ്റെ SI യൂണിറ്റ് ആണ് എന്ന് ചോദിച്ചാൽ അത് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റാണ് ഏത്? ആംബിയർ. കേട്ടോ. അതിന് ക്യാപിറ്റൽ A കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇനി കിലോഗ്രാം പറഞ്ഞാൽ കിലോഗ്രാം എന്താണ്? കിലോഗ്രാം മാസിൻ്റെ SI യൂണിറ്റാണ്. കേട്ടോ. മാസിൻ്റെ SI യൂണിറ്റാണ് ഏത്? കിലോഗ്രാം ആണ് മാസിൻ്റെ SI യൂണിറ്റ്. അപ്പോൾ അതിനെ നമ്മൾ kg എന്ന് പറഞ്ഞാണ് എന്ത് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ ആണേ. അടുത്ത ക്വസ്റ്റ്യനാണ്, ഒരു കലോറി എത്ര ജൂളാണ്? ഒരു കലോറി, അപ്പം ഈ പറയുന്ന ഊർജ്ജം ഉണ്ടല്ലോ, ഊർജ്ജത്തിൻ്റെ ആദ്യകാല യൂണിറ്റുകളിൽ ഒന്നാണ് ഏത്? കലോറി. കേട്ടോ. ഒരു കലോറി എത്ര ജൂളെന്ന് ചോദിച്ചാൽ അത് 4.2 ജൂളാണ്. കേട്ടോ. ഒരു കലോറി 4.2 ജൂളാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണം. കേട്ടോ. എന്നാൽ ഒരു കിലോ കലോറി എത്ര ജൂളാണ്, അല്ലെങ്കിൽ ഒരു കിലോ കലോറി എത്ര കലോറിയാണെന്ന് ചോദിച്ചാൽ 1000 കലോറിയാണെന്ത്? ഒരു കിലോ കലോറി. ഇനി ഒരു കിലോ കലോറി എത്ര ജൂളാണ് എന്ന് നമ്മളത് ചോദിച്ചാൽ അത് 4200 ജൂളാണെന്ത്? ഒരു കിലോ കലോറി. കേട്ടോ. അപ്പം ഈ പറയുന്ന അടുത്തൊരു ക്വസ്റ്റ്യനാണ്, പ്രവൃത്തിയുടെ അതേ യൂണിറ്റുള്ള അളവ് ഏത്? പ്രവൃത്തിയുടെ അതേ യൂണിറ്റുള്ള അളവ് നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞായിരുന്നു. പ്രവൃത്തിയുടെ അതേ യൂണിറ്റുള്ള അളവാണ് ഏത്? അത് ഊർജ്ജമാണ്. ഊർജ്ജം. ഓക്കെയാണേ. അപ്പോൾ ഊർജ്ജത്തിൻ്റെയും പ്രവൃത്തിയുടെയും SI യൂണിറ്റ് എന്ത് തന്നെയാണ്? ജൂള് തന്നെയാണ്. കേട്ടോ. വർക്കിൻ്റെ SI യൂണിറ്റും ഊർജ്ജത്തിൻ്റെ SI യൂണിറ്റും എന്ത് തന്നെയാണ്? ഈ പറഞ്ഞ ജൂള് തന്നെയാണ്. കേട്ടോ. ഇവിടെ ബലത്തിൻ്റെ SI യൂണിറ്റ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞു. സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിലാക്കി വെച്ചേക്കണം. ഇത് A എന്ന് പറയുന്ന പോയിൻ്റാണ്, B എന്ന് പറയുന്ന പോയിൻ്റാണ്. അപ്പോൾ എയിൽ നിന്നും ബിയിലേക്കുള്ള നേർരേഖാ ദൂരം. ഓക്കെ, നേർരേഖാ ദൂരം, സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ്. അല്ലെങ്കിൽ എന്താണ്? ഏറ്റവും ചെറിയ ദൂരം, ചെറിയ അകലം, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ്. ഓക്കെയാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് അഥവാ സ്ഥാനാന്തരം എന്ന് വിളിക്കുന്നത്. കേട്ടോ. സ്ഥാനാന്തരത്തിൻ്റെ SI യൂണിറ്റ് ചോദിച്ചാൽ മീറ്റർ ആണ്. മീറ്റർ. ഇവരെ ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞ് അങ്ങോട്ട് ക്വസ്റ്റ്യൻ മാറിയതേ ഉള്ളൂ. ന്യൂട്ടൺ ആണ്. പവർ ഉണ്ടല്ലോടാ, പവർ P കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വർക്ക് ബൈ ടൈം ആണ്. കേട്ടോ. വർക്ക് ബൈ ടൈം. വർക്കിൻ്റെ SI യൂണിറ്റ് ജൂളല്ലേ, ടൈമിൻ്റെ സെക്കൻഡ് അല്ലേ. അപ്പോൾ ജൂൾ പെർ സെക്കൻഡ് ആണ് പവറിൻ്റെ യൂണിറ്റായി ഇക്വേഷൻ എഴുതുമ്പോൾ കിട്ടുന്നത്. ഈ ജൂൾ പെർ സെക്കൻഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാട്ട്. കേട്ടോ. എന്തെന്ന് വിളിക്കും? വാട്ട് എന്നാണ് വിളിക്കുന്നത്. വാട്ട്. ഓക്കെയാണേ. അപ്പോൾ ഈ പറഞ്ഞ പവറിൻ്റെ SI യൂണിറ്റ് ചോദിച്ചാൽ ഏത് എഴുതണം? അത് വാട്ട് എഴുതണം. കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനാണ്, പ്രേഷണത്തിന് മാധ്യമം ആവശ്യമുള്ള തരംഗം താഴെ തന്നിരിക്കുന്നത് ഏത്? അപ്പം പ്രകാശ തരംഗം, റേഡിയോ തരംഗം, ഗാമ തരംഗം. ആൻസർ ഏതാണ്? ശബ്ദ തരംഗം. അപ്പോൾ ആലോചിച്ച് വേണം, നമ്മൾ തരംഗങ്ങളെ പ്രധാനമായും എത്രയായി തിരിക്കുന്നു എന്ന് വെച്ചാൽ 3 ആയിട്ടാണ് നമ്മൾ തരംഗങ്ങളെ തിരിക്കുന്നത്. കേട്ടോ. ഒന്നെന്ന് പറഞ്ഞാൽ അത് യാന്ത്രിക തരംഗം. 2 വൈദ്യുത കാന്തിക തരംഗം. 3 ദ്രവ്യ തരംഗം. ഓക്കെയാണ്. ഇങ്ങനെ 3 ആയിട്ട് നമ്മൾ എന്താണ് തരംഗങ്ങളെ തിരിക്കുന്നു. അപ്പം തരംഗങ്ങൾ എത്രയാണ് തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ SCERT പുസ്തകത്തിൽ 2 മാത്രമേ തന്നിട്ടുള്ളൂ. എന്നത് കരുതി എന്താണ് 2 എഴുതരുത്. 3 ആയിട്ട് എന്ത് ചെയ്യുന്നു? തിരിക്കുന്നുണ്ട്. യാന്ത്രിക തരംഗം, വൈദ്യുത കാന്തിക തരംഗം, ദ്രവ്യ തരംഗം. അപ്പോൾ ഇവിടെ നോക്കടാ, യാന്ത്രിക തരംഗങ്ങളാണ് പ്രേഷണത്തിന് മാധ്യമം ആവശ്യമായിട്ടുള്ള തരംഗങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? യാന്ത്രിക തരംഗം. കേട്ടോ. എന്താണ്? മാധ്യമം പ്രേഷണത്തിന് എന്ത് ആവശ്യമുണ്ട്? മാധ്യമം ആവശ്യമുണ്ട്. പ്രേഷണത്തിന് മാധ്യമം ആവശ്യമാണ്. അത്തരം തരംഗങ്ങളാണ് യാന്ത്രിക തരംഗം. എന്നാൽ വൈദ്യുത കാന്തിക തരംഗങ്ങൾക്ക് എന്താവശ്യമില്ല? പ്രേഷണത്തിന് മാധ്യമം ആവശ്യമില്ല. കേട്ടോ. മാധ്യമം ആവശ്യമില്ല. ഓക്കെയാണ്. അതാണ് എന്ത്? വൈദ്യുത കാന്തിക തരംഗം. അപ്പോൾ വൈദ്യുത കാന്തിക തരംഗത്തിന് ഉദാഹരണമാണ് നമുക്കുള്ള സൂര്യപ്രകാശത്തിൽ നിന്ന് വരുന്ന ഗാമ റേസ്, എക്സ് റേസ്, UV റേസ്, അതുപോലെ തന്നെ നമ്മുടെ വിസിബിൾ ലൈറ്റ്, ദൃശ്യപ്രകാശം, അതുപോലെ ഇൻഫ്രാറെഡ് റേസ്, മൈക്രോവേവ്, റേഡിയോ വേവ്. ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? ഈ പറഞ്ഞ വൈദ്യുത കാന്തിക തരംഗത്തിന് ഉദാഹരണമാണ്. കേട്ടോ. നമ്മുടെ അതുപോലെ ദ്രവ്യ തരംഗത്തിനൊക്കെ ഉദാഹരണമാണ് നമ്മുടെ ഇലക്ട്രോണുകൾ, അതുപോലെ മൗലിക കണങ്ങളൊക്കെ എന്താണ്? ദ്രവ്യ തരംഗത്തിന് ഉദാഹരണമാണ്. ഏത്? മൗലിക കണങ്ങളൊക്കെ ദ്രവ്യ തരംഗത്തിന് ഉദാഹരണമാണ്. ഓക്കെ, ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണേ. അപ്പം ഈ പറയുന്ന ശബ്ദത്തിന് ഏറ്റവും വേഗതയുള്ള
വേഗതയുള്ള മാധ്യമം ഏത് എന്ന് ചോദിച്ചാൽ, ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്ന മാധ്യമം ചോദിച്ചാൽ അത് ഖരമാണ് കേട്ടോ. എന്നാൽ ശബ്ദത്തിന് വേഗത കുറഞ്ഞ മാധ്യമം ചോദിച്ചാൽ അത് വായുവാണ്. അവിടെ ഓപ്ഷനിൽ ശൂന്യത കാണും. ഒരിക്കലും എന്തെഴുതരുത്, ശൂന്യത എഴുതരുത് കേട്ടോ. ശൂന്യത എഴുതരുത്. എന്ത് എഴുതാവൂ? വായു എഴുതാവൂ. ഓക്കെയാണ്. അപ്പോൾ ശബ്ദത്തിന് വേഗത കുറഞ്ഞ മാധ്യമം ചോദിച്ചാൽ ഏതാണ്? അത് ഉത്തരം വായുവാണ് കേട്ടോ. ഈ ഒരു സിമ്പിൾ ക്വസ്റ്റ്യനാണ്. പാമ്പ് ഇരപിടിക്കാൻ ഡാഷിലൂടെയുള്ള ശബ്ദപ്രേഷണം പ്രയോജനപ്പെടുത്തുന്നത് എവിടെയെന്ന് വെച്ചാൽ എവിടെയാണ്? തറയിലൂടെയാണ്. ആൻസർ ഏതാണ്? തറയിലൂടെ. അത് മുമ്പ് PSC ചോദിച്ചിട്ടുള്ളതാണ്. ഇത് SCRT പിള്ളേരുടെ ടെക്സ്റ്റ് ബുക്കിൽ എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ. 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് സൗണ്ട് എന്ന് പറഞ്ഞേക്കുന്നതിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു കഥകളൊക്കെ തന്നിട്ടുണ്ട്. അതിലാണ് പറഞ്ഞേക്കുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയേക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനാണ് എന്ത്? സാർവത്രിക ഗുരുത്വാകർഷണ നിയമം. സാർവത്രിക ഗുരുത്വാകർഷണ നിയമം പറയുന്നത് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും എന്താണ്? പരസ്പരം ആകർഷിക്കുന്നു. അപ്പോൾ രണ്ട് വസ്തുക്കൾ തമ്മിൽ എന്താണ്? ആകർഷിക്കുകയാണ്. ഇപ്പോൾ M1 M2 ഒക്കെയാണ്. ഈ രണ്ട് വസ്തുക്കൾ ഈ പറയുന്ന രണ്ട് വസ്തുക്കൾ തമ്മിൽ എന്താണ്? പ്രപഞ്ചത്തിൽ ഏത് രണ്ട് വസ്തുക്കളായാലും പരസ്പരം ആകർഷിക്കുകയാണ്. അപ്പം ഇവിടെ പറയുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന ആകർഷണ ബലം എല്ലായ്പ്പോഴും എന്താണ്? അവയുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേരാനുപാതികമാണ്. അപ്പോൾ ഈ രണ്ട് വസ്തുക്കൾ ഇങ്ങനെ ഇരിക്കുവാണ്, ഈ രണ്ട് വസ്തു ഇങ്ങനെ ഇരിക്കുമല്ലേ. ഇതിൻ്റെ പിണ്ഡത്തിൻ്റെ കേന്ദ്രം ഇതാണ്. ഇവിടം മുതൽ ഇവിടം വരെയുള്ള ദൂരമാണ് നമ്മളെന്താണ് ഈ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അകലമായിട്ട് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. അതെല്ലായ്പ്പോഴും, അതായത് രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അകലം എന്താണ്? എല്ലായ്പ്പോഴും ബലത്തിൻ്റെ, അതായത് അകലത്തിൻ്റെ സ്ക്വയർ എല്ലായ്പ്പോഴും ബലത്തിന് വിപരീത അനുപാതത്തിലാണ്. അപ്പോൾ നമുക്കിതിൽ നിന്ന് F ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ M1 M2 /R² എന്ന് എഴുതാം. ഓക്കെയാണേ. ഇതിൽ നിന്നും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ചിഹ്നം പോകാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റൻറ്റ് വെച്ച് ഗുണിക്കുവാണ്. ആ കോൺസ്റ്റൻറ്റിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് എന്ന് പറയും കേട്ടോ. ഇതാണ് ന്യൂട്ടോണിയൻ ഗുരുത്വാകർഷണ സ്ഥിരാങ്കം എന്ന് പറയും. അപ്പോൾ അത് G M1 M2 /R². ചിലപ്പം D² എന്നൊക്കെ പറഞ്ഞായിരിക്കും ചിലപ്പം തരുന്നത് കേട്ടോ. D ഡിസ്റ്റൻസ്, അകലം, അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇവിടെ നോക്കടാ, ഇവിടുത്തെ ജിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ അതെന്താണ്? കോൺസ്റ്റൻ്റ് ആണല്ലേ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ എന്താണ്? ന്യൂട്ടോണിയൻ ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണ് ഏത്? ഈ പറയുന്ന ഏത്? G എന്ന് പറയുന്നവൻ. ഇനി ഈ പറയുന്ന R എന്ന് പറയുന്നവൻ ആരാണ്? ഈ പറയുന്ന ജിയും ക്യാപിറ്റൽ ജിയും സ്മോൾ ആറുമാണ്. R എന്ന് പറഞ്ഞാൽ പിണ്ഡകേന്ദ്രങ്ങൾ തമ്മിലുള്ള അകലമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ആൻസർ വന്നത്. ജിയുടെ വാല്യൂ ആദ്യമായി കണക്കാക്കിയതാരെന്ന് വെച്ചാൽ ആരാണ്? അത് ഹെൻറി കാവൻഡിഷ് ആണ് കേട്ടോ. ഹെൻറി കാവൻഡിഷ്. അപ്പം നമുക്ക് തരുന്ന G നേരെ നോക്കണം. ക്യാപിറ്റൽ G എന്ന് പറഞ്ഞാൽ അതൊരു കോൺസ്റ്റൻ്റ് ആണ്. സ്മോൾ g എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണേ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ വെള്ളം 100 ഡിഗ്രി സെൽഷ്യസ് തിളയ്ക്കുന്നു. എന്നാൽ മർദ്ദം കുറഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നോക്കടാ, ഈ പറയുന്ന തിളനിലയും മർദ്ദവും തമ്മിലുള്ള റിലേഷൻ. തിളനില കൂടിയാൽ മർദ്ദം കൂടും. ഓക്കെയാണേ. മർദ്ദം കൂടിയാൽ തിളനില കൂടും. അതുപോലെ തന്നെ മർദ്ദം കുറഞ്ഞാൽ തിളനിലയും കുറയും. അപ്പോൾ രണ്ടും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്, നേരാനുപാതികമാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കോണം, നമ്മളടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കുവാണ് തിളനില എന്താണ്? അന്തരീക്ഷ മർദ്ദത്തിൽ വെള്ളം 100 ഡിഗ്രി സെൽഷ്യസ് തിളയ്ക്കുന്നു എന്ന് പറയുവാണ്. ഓക്കെയാണ്. മർദ്ദം കുറഞ്ഞാൽ എന്ത് ചെയ്യും? മർദ്ദം കുറഞ്ഞാൽ വേറൊന്നുമില്ലടാ. അതെന്താണ്? ഈ പറയുന്നത് കുറഞ്ഞ താപനിലയിൽ എന്താണ്? ഈ വെള്ളം തിളയ്ക്കുന്നു. അതുകൊണ്ടാണ് ഈ പറയുന്നത് നമ്മൾ പർവ്വതത്തിനൊക്കെ മുകളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പർവ്വതത്തിന് മുകളിൽ എന്താണ്? അന്തരീക്ഷ മർദ്ദം. പർവ്വതത്തിന് മുകളിലോട്ട് പോകുമ്പം പർവ്വതത്തിന് മുകളിൽ അന്തരീക്ഷ മർദ്ദം എന്താണ്? കുറവാണ്. ഓക്കെ, പർവ്വതത്തിന് മുകളിൽ നമ്മൾ പോകുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറവാണ്. അപ്പം നമ്മൾ അവിടെ സാധാരണ എന്താണ്? നമ്മൾ പാത്രങ്ങളൊക്കെ ഉപയോഗിച്ച് പാചകം ചെയ്യുന്ന സമയത്താണെങ്കിൽ ഈ പറയുന്ന ആഹാരം എന്താണ്? ഇപ്പം ജലം, നമ്മൾ ജലം ഉപയോഗിക്കുമ്പോൾ ജലം എന്താണ്? താഴ്ന്ന താപനിലയിൽ എന്താണ്? തിളയ്ക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വേവ് എത്താതെ എന്താണ്? ആഹാരം എന്താണ്? നമ്മൾ പാകമായി എന്ന് കരുതി എടുത്ത് കഴിക്കും. അപ്പോൾ ആഹാരം എന്ത് ചെയ്യത്തില്ല? കൃത്യമായിട്ട് എന്താണ്? പാകമാകത്തില്ല കേട്ടോ. ആഹാരം എന്ത് ചെയ്യത്തില്ല? പാകമാകത്തില്ല. അതുകൊണ്ടാണ് നമ്മളെന്താണ് ഈ ഉയരം കൂടിയ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ പർവ്വത പ്രദേശങ്ങളിലൊക്കെ പോകുമ്പോൾ പ്രഷർ കുക്കർ എന്താണ്? ആഹാരം പാകം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പം പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന താപനില ചോദിച്ചാൽ എത്രയാണ്? 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ നമുക്ക് പ്രഷർ കുക്കറിനകത്ത് മർദ്ദം കൂടുതലാണ്. അപ്പോൾ മർദ്ദം കൂടുമ്പം തിളനിലയും എന്താണ്? കൂടുന്നത് കൊണ്ടാണ് എന്ത്? ഈ പറയുന്ന പ്രഷർ കുക്കറിൽ എന്താണ്? ജലം തിളയ്ക്കുന്ന താപനില 120 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണെന്ത്? താഴെ പറയുന്നതിൽ പ്രകാശത്തിൻ്റെ സ്വഭാവം അല്ലാത്തത് ഏത്? അപ്പോൾ ശൂന്യതയിലൂടെ സഞ്ചരിക്കാനുള്ള കഴിവുണ്ട്. ഓക്കെയാണേ. അപ്പം പ്രകാശത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമില്ല കേട്ടോ.
പ്രകാശത്തിന് സഞ്ചരിക്കാൻ എന്തില്ല, ഒരു മാധ്യമം ആവശ്യമില്ല. ഓക്കെയാണേ ഒന്നാമത്തെ പോയിന്റ്. ഇനി പ്രകാശത്തിന് ഒരു നിശ്ചിത വേഗതയുണ്ട്. പ്രകാശത്തിന് ഒരു നിശ്ചിത വേഗതയുണ്ട്. ഓക്കെയാണേ പ്രകാശത്തിന് മാധ്യമം ആവശ്യമില്ലാത്തതുകൊണ്ട് ഏതൊഴി പോകും, ശൂന്യതയിലൂടെയും പോകും. അപ്പോൾ എന്താണ് ഒന്നാമത്തെ ശരിയാണ്. അതുപോലെ ഈ പറയുന്ന പ്രകാശത്തിന് ഒരു നിശ്ചിത വേഗതയുണ്ട്. അതുപോലെ ഊർജ്ജം വഹിച്ചു കൊണ്ടുപോകാൻ കഴിയും. ഓക്കെയാണേ പ്രകാശത്തിന് എന്ത് വഹിച്ചുകൊണ്ട് പോകാൻ കഴിയും, ഊർജ്ജം വഹിച്ചു കൊണ്ടുപോകാൻ കഴിയും. ഇനി അടുത്ത ഓപ്ഷൻ ഡി കണ്ട, സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ് എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. എന്നാൽ ഈ പറയുന്ന പ്രകാശത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം എന്തില്ല, ആവശ്യമില്ല. ഇനി പ്രകാശത്തിൻ്റെ വേഗത ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. പ്രകാശത്തിൻ്റെ വേഗത വ്യത്യസ്ത മാധ്യമങ്ങളിൽ വ്യത്യസ്തമാണ് കേട്ടോ. പ്രകാശത്തിൻ്റെ വേഗതയെ സ്വാധീനിക്കുന്നത് വേഗത ഒരു മാധ്യമത്തിൻ്റെ പ്രകാശിക സാന്ദ്രതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേട്ടോ. ഇത് മാത്രമല്ല വേറെയൊക്കെ ഉണ്ട്. അപ്പം പ്രകാശത്തിൻ്റെ വേഗത ഒരു മാധ്യമത്തിൻ്റെ പ്രകാശിക സാന്ദ്രതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് പ്രകാശിക സാന്ദ്രത കൂടിയാൽ ആ മാധ്യമത്തിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗത കുറയും കേട്ടോ. അപ്പം പ്രകാശിക സാന്ദ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശം ഒരു മാധ്യമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ മാധ്യമം പ്രകാശത്തിൻ്റെ വേഗതയെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു ആനുപാതിക സംഖ്യയാണ് ഏത്, പ്രകാശിക സാന്ദ്രത, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയും കേട്ടോ. ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി നമ്മൾ സാധാരണ പറയുന്ന വസ്തുക്കളുടെ ഡെൻസിറ്റി ആയിടുന്ന ഒരു റിലേഷനും ഇല്ലേ. അപ്പോൾ നോക്കടാ, പ്രകാശത്തിൻ്റെ വേഗത, വായുവിലെ പ്രകാശത്തിൻ്റെ വേഗത 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അങ്ങനെ വായുവിലെ പ്രകാശത്തിൻ്റെ വേഗത 3 × 10⁸ ആണ്. ഇനി ജലമെടുത്താൽ ജലത്തിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗത വെച്ചാൽ 2.25 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഗ്ലാസ് എടുത്താൽ ഗ്ലാസ്സിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗത 2 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. വജ്രം എടുത്താൽ വജ്രത്തിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗത 1.25 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പം പ്രകാശത്തിന് വ്യത്യസ്ത മാധ്യമങ്ങളിൽ എന്താണ്, വ്യത്യസ്ത വേഗതയാണ്. ഓക്കെയാണേ. അപ്പോൾ ഇതിൽ വേഗത ഏറ്റവും കൂടുതൽ വായുവിനല്ലേ. അപ്പോൾ വായുവിൽ വേഗത കൂടുമ്പോൾ വായുവിലെ പ്രകാശിക സാന്ദ്രത കുറവാണ്. അപ്പം വജ്രത്തിൽ എന്താണ്, പ്രകാശത്തിൻ്റെ വേഗത കുറവാണല്ലേ, അവിടെ പ്രകാശിക സാന്ദ്രത എന്താണ്, കൂടുതലാണ്. ഇനി ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗത നമ്മൾ കണക്ക് ചെയ്യാൻ വേണ്ടി പഠിക്കും. 3 × 10⁸ മീറ്റർ/സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, കണക്ക് ചെയ്യാൻ വേണ്ടി പഠിക്കും. ഓക്കെയാണേ. എന്നാൽ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി മാത്രമേ എടുക്കാവൂ. ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിൻ്റെ യഥാർത്ഥ വേഗത ചോദിച്ചാൽ ഈ തന്നിരിക്കുന്ന ഡിജിറ്റാണ്. എത്രയാണ്, 29,97,92,458 മീറ്റർ/സെക്കൻഡ്. അപ്പോൾ ഇതും ഓപ്ഷനായിട്ട് വന്നാൽ രണ്ടാമത്തെ യവനെ ഈ 29,97,92,458 മാത്രമേ നിങ്ങൾ ആൻസറായിട്ട് എഴുതാവുള്ളൂ കേട്ടോ. ഇത് SCRT-യിലും NCERT-യിലും എന്താണ് നമുക്ക് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. ഒരു ലെൻസിൻ്റെ പവർ +2.5D എന്ന് എഴുതിയിരിക്കുന്നു. ഇത് ഏത് തരം ലെൻസാണ്, ഇതിൻ്റെ ഫോക്കസ് ദൂരം എത്ര? അപ്പോൾ നമുക്ക് രണ്ട് തരം ലെൻസുകൾ അറിയാം. ഒന്ന് പ്രധാനപ്പെട്ട ഇത് കോൺവെക്സ് ലെൻസ്, ഇവനാരാണ്, കോൺകേവ് ലെൻസ്. ഓക്കെയാണേ. അപ്പം ഈ പറയുന്ന കോൺവെക്സ് ലെൻസിൻ്റെ കൂടെ വരുന്ന പ്രകാശങ്ങൾ സമാന്തരമായി വന്ന് പതിക്കുന്ന പ്രകാശം അപവർത്തനത്തിന് ശേഷം ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ ഇവൻ്റെ മുഖ്യ ഫോക്കസ് ഇതല്ലേ. അപ്പോൾ ഇവൻ്റെ മുഖ്യ ഫോക്കസ് എന്താണ്, യഥാർത്ഥത്തിൽ പ്രകാശം കടന്നു പോകുന്നതുകൊണ്ട് റിയലാണ് കേട്ടോ. അവൻ്റെ മുഖ്യ ഫോക്കസ് റിയലാണ്. ഓക്കെയാണേ. ഇനി ഇവിടെയാണെങ്കിൽ ആ സമാന്തരമായി വരുന്ന പ്രകാശരശ്മികൾ പരസ്പരം എന്താണ്, അകന്നു പോകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഒരാൾക്ക് എന്താണ്, ഈ പറഞ്ഞ പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് വരുന്നതായി തോന്നും. അപ്പോൾ ഇവൻ്റെ മുഖ്യ ഫോക്കസ് എന്താണ്, മിഥ്യയാണ്, വെർച്വലാണ്. ഓക്കെയാണേ. ഇനി മനസ്സിലാക്കുക, നമ്മൾ ഒരു കാര്യം, അതായത് പവർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ, പവർ P = അതായത് ലെൻസിൻ്റെ പവർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ P = 1/f ആണ്. ഈ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മീറ്ററിലുള്ള ഫോക്കൽ ലെങ്ത് ആണ് കേട്ടോ. നമുക്ക് കിട്ടുന്ന ഏതെന്ന് വെച്ചാൽ മീറ്ററിലുള്ള ഫോക്കൽ ലെങ്തിൻ്റെ റെസിപ്രോക്കലാണ് എന്ത്, പവർ എന്ന് പറയുന്നത്. ഇത്ര ഓക്കെയാണേ. ഇനി നമ്മളൊന്ന് മനസ്സിലാക്കിക്കോണം. അപ്പോൾ ഈ പറയുന്ന നമ്മൾ ഇവിടെ അപ്പോൾ ഇവിടെ പുറകിലോട്ടാണല്ലേ നമ്മൾ ഈ പറഞ്ഞ ഓയിൽ നിന്ന് അളക്കുന്നത്. ഇവിടെ ഓയിൽ നിന്നും വലത്തോട്ടാണ് അളക്കുന്നത്. ഇപ്പം ജനറലി എങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. പ്രകാശം സഞ്ചരിക്കുന്നതിൻ്റെ നേരെ അതുപോലെ എതിർദിശയിലെന്നൊക്കെ ഉണ്ട് നമ്മൾ പഠിക്കാനുള്ളത് കേട്ടോ. അത് നമ്മൾ ടോപ്പിക്ക് ബേസ് നിങ്ങൾ പഠിച്ചോളും. ഇപ്പം മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് ഞാൻ പ്രകാശത്തെ കടത്തി വിട്ടുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ എന്താണ്, വലത്തോട്ടായതുകൊണ്ട് എവൻ്റെ എഫ്, അതായത് കോൺവെക്സ് ലെൻസിൻ്റെ എഫ് എല്ലായ്പ്പോഴും പോസിറ്റീവാണ് കേട്ടോ. കോൺവെക്സ് ലെൻസിൻ്റെ എഫ് എല്ലായ്പ്പോഴും പോസിറ്റീവ്. ഇത് പുറകോട്ട് കിടക്കുന്നു എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എവൻ്റെ എഫ് എല്ലായ്പ്പോഴും എന്താണ്, നെഗറ്റീവാണ്. ഓക്കെയാണേ. അപ്പം നമ്മൾ ഈ പറയുന്ന കോൺകേവിൻ്റെയും കോൺവെക്സിൻ്റെയും എന്താണ് പവർ കണ്ടുപിടിക്കാൻ നമ്മൾ P = 1/f അല്ലേ ഇടുന്നത്. ആ എഫ് ഇടുമ്പം പോസിറ്റീവ് എഫ് ആണെങ്കിൽ ആരാണ്,
അവൻ കോൺവെക്സ് ആണ്. ഓക്കെ, നെഗറ്റീവ് ആണെങ്കിൽ ആരാണ്? കോൺകേവ്. അപ്പം നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന പവർ P = +2.5D എന്നല്ലേ തന്നേക്കുന്നത്. ഇവിടെ പ്ലസ് വന്നതുകൊണ്ട് ആര് ക്യാൻസലായി? കോൺകേവ് രണ്ടെണ്ണവും ക്യാൻസലായി. പിന്നെ ആരൊക്കെയുള്ള? 2 കോൺവെക്സ് ഉണ്ട്. അപ്പോൾ ഒന്നുകിൽ A അല്ലെങ്കിൽ C. ഓക്കെ, ഇതിലേതെങ്കിലും ഒന്നാണ് ആൻസർ. അപ്പോൾ നമുക്കിനി കണക്ക് ചെയ്ത് നോക്കാം. ഇനിയാണ് നമ്മൾ കണക്ക് ചെയ്ത് നോക്കണത്. അപ്പം പവർ P = 1/F അല്ലേ. അപ്പം P എത്രയാണ് നമുക്ക് കിട്ടി? 2.5 ആണല്ലേ. 2.5 = 1/F. ഇതിന്ന് ഫോക്കസ് ദൂരം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഫോക്കസിനെ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ F = 1/2.5. ഓക്കെയാണേ, 1/2.5. 1/2.5 എന്ന് പറഞ്ഞാൽ നമുക്ക് 0.4 മീറ്റർ എന്നല്ലേ കിട്ടുന്നത്. 0.4 മീറ്റർ. ഇവിടെ നോക്കടാ, സെൻറ്റിമീറ്ററിലല്ലേ കിടക്കുന്നത്. മീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റാൻ പറഞ്ഞാൽ ഒരു ×100 കൊണ്ട് ഇൻറ്റു കേട്ടാ. അപ്പം നമുക്ക് എത്ര കിട്ടും? ഒരു സ്ഥാനം മാറി ഒരു 0 കൂടെ വരുമ്പോൾ എത്ര? 40 സെൻറ്റിമീറ്റർ. ഓക്കെയാണ്, 40 സെൻറ്റിമീറ്റർ. അപ്പം പ്ലസ് കണ്ടാൽ ആലോചിച്ചോണം, അവൻ കോൺവെക്സ് ആണ്. പ്ലസ് കണ്ടാൽ ആര്? അത് കോൺവെക്സ്. മൈനസ് കണ്ടാൽ ആര്? അത് കോൺകേവ്. അങ്ങനെ ഫസ്റ്റ് ഐഡൻറ്റിഫിക്കേഷനിൽ ക്യാൻസലേഷനിലൂടെ 2 പേരെ ക്യാൻസൽ ചെയ്യാം. പിന്നെ നമ്മുടെ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെന്താണ് കണക്ക് ചെയ്യണം. അപ്പോൾ എത്ര നമുക്ക് ആദ്യം കിട്ടുന്ന ഉത്തരം എപ്പോഴും മീറ്ററിലായിരിക്കും കിട്ടുന്ന ഉത്തരം. ഓക്കെയാണ്, ആ ഉത്തരത്തെ നമ്മൾ ഏതിലോട്ട് മാറ്റണം? സെൻറ്റിമീറ്ററിലോട്ട് മാറ്റണം കേട്ടോ. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ C ആണ് ഉത്തരവായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, താഴെ തന്നിരിക്കുന്ന ഏതിലൂടെയാണ് ശബ്ദത്തിന് ഏറ്റവും വേഗത കൂടുതൽ? നമുക്ക് ഖരപദാർത്ഥങ്ങളിലൂടെയാണ് ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് അല്ലേ. അതിലൊരെണ്ണമാണ് എന്ത്? സ്റ്റീൽ. ഓക്കെയാണ്, സ്റ്റീൽ. അതായത് 20°C താപനിലയിൽ സ്റ്റീലിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത ഏകദേശം 6420 മീറ്റർ/സെക്കൻഡ് ആണ് കേട്ടോ. അപ്പം തന്നിരിക്കുന്നതിൽ ഈ പറഞ്ഞ ശബ്ദത്തിന് ഏറ്റവും വേഗത കൂടുതൽ എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണ്? അത് സ്റ്റീലാണ് കേട്ടോ. സ്റ്റീൽ കഴിഞ്ഞാൽ വേഗത കൂടുതൽ വെള്ളത്തിലാണ് കേട്ടോ. വെള്ളം കഴിഞ്ഞാൽ ഏറ്റവും വേഗത ഉള്ളത് വായുവിലാണ് കേട്ടോ. അതായത് ശൂന്യതയിൽ എന്തില്ല? പ്രകാശം സഞ്ചരിക്കാത്തത് കൊണ്ട് ശൂന്യതയിൽ പ്രകാശത്തിന് എന്തില്ല? വേഗത ഇല്ല കേട്ടോ. ഇതൊന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കണം.